A.N. ഷംസീർ. സർ, ഈ സഭാ സമ്മേളനത്തിൽ സ്ത്രീത്വത്തിനു വേണ്ടി വലിയ പ്രതിഷേധങ്ങളൊക്കെ UDF-ന്റെ ഭാഗത്ത് നിർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ അവരാരും ഉന്നയിക്കാത്തൊരു വിഷയം മലപ്പുറം ജില്ലയിലെ വേങ്ങര മണ്ഡലം കണ്ണമംഗലം ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡ് മെമ്പർ മുസ്ലിം ലീഗിന്റെ നേതാവായ നെടുമ്പള്ളി സെയ്തലവി, അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഫസൽ ആബിദ് എന്നിവർ ചേർന്ന് അതേ പഞ്ചായത്തിലെ 1-ാം വാർഡ് ലീഗ് മെമ്പറെ പീഡിപ്പിച്ച ഒരു സംഭവം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തുകയും അത് കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും പ്രതികൾ പരാതിക്കാരിയെ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി വീണ്ടും വീണ്ടും പീഡിപ്പിക്കുകയായിരുന്നു. പ്രതി നെടുമ്പള്ളി സെയ്തലവി മുസ്ലിം ലീഗിന്റെ കണ്ണമംഗലം ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡ് മെമ്പറും കണ്ണമംഗലത്ത് മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറിയുമാണ്. പരാതിക്കാരി കൊടുത്ത കേസിന്റെ അടിസ്ഥാനത്തിൽ 2 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ സെയ്തലവി അറസ്റ്റ് ചെയ്തു, പിന്നീട് വിട്ടു. പക്ഷേ 2-ാം പ്രതിയായ ഫസൽ ആബിദിനെ ഇതുവരെ പിടിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് കേസിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ഇവിടെ മുസ്ലിം ലീഗിന്റെ ഉന്നത നേതൃത്വം ഉൾപ്പെടെ ഇതിലെ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണുള്ളത്. സ്ത്രീകൾ പൊതുരംഗത്തേക്ക് കടന്നുവരാൻ മടിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരമൊരു സംഭവം നമ്മുടെ പൊതുസമൂഹത്തിനാകെ അപമാനകരമായ ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇത് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി ഇത് സംബന്ധിച്ച് ഒരു നിലപാട് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. സ്ത്രീകൾക്ക് നേരെ ഇങ്ങനെ പൊതുരംഗത്തേക്ക് കടന്നുവരുന്ന സ്ത്രീകളെ ഇത്തരത്തിൽ ഇൻസൾട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇത്തരം ശാരീരികമായി പീഡിപ്പിക്കുന്ന സംഭവം സഭാ സമ്മേളനം ഗൌരവമായി കാണണം. ഇതിലെ പ്രതികളെ ഉടൻ തന്നെ പിടിക്കാൻ ആവശ്യമായ നടപടി സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാവണം എന്ന് ഞാൻ സബ്മിഷനോട് ആവശ്യപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, മലപ്പുറം ജില്ലയിലെ കണ്ണമംഗലം പഞ്ചായത്ത് മുസ്ലിം ലീഗ് മെമ്പറായിരുന്ന വനിതയെ അതേ പഞ്ചായത്തിലെ മുൻ പ്രസിഡന്റും നിലവിൽ പഞ്ചായത്ത് അംഗവും മുസ്ലിം ലീഗ് നേതാവുമായ സെയ്തലവി പഞ്ചായത്ത് ഹാളിൽ വെച്ച് പീഡിപ്പിക്കുകയും രംഗങ്ങൾ മൊബൈലിൽ ചിത്രീകരിക്കുകയും ചെയ്തതായും ആ ചിത്രങ്ങൾ കാട്ടി വീട്ടിൽ അതിക്രമിച്ച് കയറി ബലാത്സംഗം ചെയ്തുവെന്നും ആയത് പുറത്തു പറഞ്ഞാൽ ഭർത്താവിനെയും മകനെയും കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതായും കാണിച്ച് 1/3/2017 വേങ്ങര പോലീസ് സ്റ്റേഷനിൽ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് അംഗമായ സെയ്തലവിയെ പ്രതിയാക്കി ക്രൈം നമ്പർ 60/17 കേസെടുത്തിട്ടുണ്ട്. മഞ്ചേരി ജില്ലാ സെഷൻസ് കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിലെ ഉത്തരവനുസരിച്ച് മേപ്പടിയാനെ നിയമാനുസൃതം അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. പ്രതി ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കി വരുന്നു. മേൽക്കേസിലെ അന്യായക്കാരിയും പ്രതിയായ സെയ്തലവിയും തമ്മിൽ അവിഹിത ബന്ധമാണെന്ന് കാണിച്ച് ഭീഷണിപ്പെടുത്തി അന്യായക്കാരിയെ 25/1/2016 കാറിൽ കയറ്റിക്കൊണ്ടുപോയി ലോഡ്ജ് മുറിയിൽ വെച്ച് ബലാത്സംഗം ചെയ്യുകയും ഫോട്ടോകളെടുക്കുകയും ഇന്റർനെറ്റിലും വാട്സാപ്പിലും പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി 6/12/2016 കരിപ്പൂരിനടുത്തുള്ള ലോഡ്ജിൽ കൊണ്ടുപോയി അവിടെ വെച്ച് ബലാത്സംഗം ചെയ്തുവെന്നും മറ്റും പറഞ്ഞ് 1/3/2017 കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിൽ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് അംഗമായ മുസ്ലിം ലീഗ് നേതാവിന്റെ സുഹൃത്തും മുസ്ലിം ലീഗുകാരനുമായ ഫസലു ആബീദിനെ പ്രതിയാക്കി ക്രൈം നമ്പർ 100/17 കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ കേസിന്റെ അന്വേഷണം കൊണ്ടോട്ടി പോലീസ് നടത്തിവരുന്നു. പ്രതിയെ കണ്ടെത്തുന്നതിനും കുറ്റകൃത്യത്തിന് ഉപയോഗിച്ചതായ മൊബൈൽ ഫോണും പ്രതി ഇരയിൽ നിന്ന് കൈപ്പറ്റിയതായി പറയുന്ന 1.5 പവന്റെ മാലയും കണ്ടെടുക്കുന്നതിനുള്ള ഊർജിത ശ്രമങ്ങളും നടത്തിവരുന്നു. കേസിന്റെ അന്വേഷണം ഒരു പ്രത്യേക ടീമിനെ ഏൽപ്പിക്കുന്ന കാര്യം പരിശോധിക്കുന്നതാണ്.